ഹലോ അസ്സാം വലൈക്കും. വെൽക്കം ബാക്ക് ടു ഫിച്ചസ് കോക്ടെയിൽ. അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കണമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇന്നത്തേത് ഒരു അടിപൊളി കക്കയിറച്ചി റോസ്റ്റാണ് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ആദ്യം തന്നെ കക്കയിറച്ചി ഒന്ന് വൃത്തിയാക്കിയെടുക്കണം കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഉള്ളിലൊരു കറുപ്പ് കളർ ഒരു വേസ്റ്റ് ഉണ്ടാവും, അതൊന്ന് കട്ട് ചെയ്തെടുത്ത് കത്രിക വെച്ച് ഒന്ന് കട്ട് ചെയ്തെടുത്ത് കളഞ്ഞാൽ മതി കേട്ടോ. അപ്പോൾ ഇത് കുറച്ച് വലിയ കക്കയിറച്ചിയാണ്, അപ്പോൾ എളുപ്പം തന്നെ നമുക്കിത് ക്ലീൻ ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഇങ്ങനെ എല്ലാ കക്കയിറച്ചിയും ഞാനിവിടെ ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാനിതിങ്ങനെ തൊണ്ടോട് കൂടി മേടിച്ചതല്ല, തൊണ്ടെടുത്തിട്ട് അതിൻ്റെ ഉള്ളിൽ നിന്ന് അതിൻ്റെ മാംസം മാത്രം മേടിച്ചതാണ് കേട്ടോ. ഇനി നമുക്കിതൊന്ന് മസാല തേച്ചെടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ കാശ്മീരി മുളക് പൊടിയാണ് ചേർത്തിട്ടുള്ളത്, അത് ഒരു ടേബിൾ സ്പൂൺ ചേർത്തിട്ടുണ്ട്. പിന്നെ നമുക്കിതിലോട്ട് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇതൊരു 250 ഗ്രാം കക്കയിറച്ചിയുള്ളൂ കേട്ടോ. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് നമുക്ക് മസാല തേച്ചിട്ട് ഒരു 10 മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം കേട്ടോ. അപ്പോൾ 10 മിനിറ്റിന് ശേഷം നമുക്കൊരു പാൻ വയ്ക്കാം. പാനിലോട്ട് കുറച്ച് വെളിച്ചെണ്ണയാണ് ഒഴിച്ചെടുക്കുന്നത്. അപ്പോൾ ഞാനിത് ഓയിലല്ല ഉണ്ടാക്കിയെടുക്കുന്നത്, വെളിച്ചെണ്ണയിലാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പം നമുക്കിത് ഈ കക്കയിറച്ചി നമ്മൾ മസാല തേച്ച കക്കയിറച്ചി ഉണ്ടല്ലോ, അത് നമുക്ക് ഈ വെളിച്ചെണ്ണയിലിട്ടിട്ട് ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തിട്ട് നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഞങ്ങളിത് കോഴിക്കോട് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ, ഒരാവശ്യത്തിന് വേണ്ടി പോയതാണ്. അപ്പോൾ അങ്ങനെ അവിടെ നിന്ന് തിരിച്ച് വരുമ്പോൾ കണ്ടപ്പോൾ മേടിച്ചതാണ് കേട്ടോ. അപ്പോൾ ഇത് ഒരു മീഡിയം സൈസുള്ളൊരു കക്കയിറച്ചിയാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ വലുതുണ്ട്. അപ്പോൾ ഞങ്ങൾ മേടിച്ചത് ഒരു മീഡിയം സൈസുള്ള കക്കയിറച്ചിയാണ്. അപ്പോൾ ഇത് ഞാൻ നന്നായിട്ട് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഞാൻ സെയിം പാനിൽ തന്നെ ഞാൻ കുറച്ചും കൂടി വെളിച്ചെണ്ണ ഒഴിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് ഞാൻ ഒരു 2 വലിയ സവാള ചേർത്ത് വെക്കുന്നുണ്ട് കേട്ടോ. ഇങ്ങനെ നീളത്തിൽ അരിഞ്ഞതാണ്, അത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഞാൻ 2 വലിയ സവാള എടുത്തിട്ടുണ്ട് കേട്ടോ. അത് ഫ്രൈ ചെയ്ത് വന്നപ്പോൾ അധികമൊന്നും ഉണ്ടായിട്ടില്ല, കുറച്ചേ ഉണ്ടായിട്ടുള്ളൂ. അപ്പോൾ നമുക്കിത് നന്നായിട്ടൊന്ന് ഈ സവാള ഒന്ന് വഴറ്റിയെടുക്കണം കേട്ടോ. അപ്പോൾ അതിന് മുന്നേ എൻ്റെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അതുപോലെ തന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ. ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്യുമ്പോൾ അതിലോളം ഓപ്ഷൻ വേണം ക്ലിക്ക് ചെയ്യാൻ. അപ്പോൾ ഇന്നിടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് അപ്പം തന്നെ നോട്ടിഫിക്കേഷനായി കിട്ടുള്ളൂ. അപ്പോൾ എൻ്റെ ചാനലിൽ ഞാൻ കുറച്ച് മുന്നേ ഈ കക്കയിറച്ചിനെക്കാട്ടിയും ചെറുതൊരു കക്കയുണ്ട്, എരുന്തെന്നാണ് പറയുക. അപ്പോൾ അതിൻ്റെ ഫ്രൈ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആരെങ്കിലും കാണാത്തവരുണ്ടെങ്കിൽ എൻ്റെ ചാനലിൽ കയറി കണ്ടു നോക്കുക. അപ്പോൾ തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. അത് ഞാൻ അതിൻ്റെ ഫ്രൈ ആണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇത് അതിനെക്കാട്ടിയും കുറച്ചും കൂടി വലുതാണ് കേട്ടോ. ഇനി ഇതിനെക്കാട്ടിയും വലുത് ഉണ്ട് കക്കയിറച്ചിന്, ഇതിനെക്കാട്ടിയും വലിയ സൈസ് ഉണ്ട്. ഇതൊരു മീഡിയം സൈസുള്ള കക്കയിറച്ചിയാണ് കേട്ടോ. ഇനി നമുക്കിതിലോട്ട് ഒരു വലിയ തക്കാളി ഇട്ട് കൊടുക്കാം. തക്കാളി ഒന്ന് അരിഞ്ഞിട്ട് കൊടുത്തിട്ട് തക്കാളി ഒന്ന് നന്നായിട്ട് കുക്ക് ചെയ്ത് കിട്ടാൻ വേണ്ടിയിട്ട് നമുക്കിതൊന്ന് അടച്ച് വെച്ചിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കണം കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ചൊരു 2 മിനിറ്റ് ഒന്ന് അടച്ച് വെച്ചതിന് ശേഷം ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് അടച്ച് വെച്ചതിന് ശേഷം തുറന്ന് നോക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ തക്കാളിയൊക്കെ തവി വെച്ചിട്ട് ഒന്ന് അടച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ തക്കാളിക്ക് ഏകദേശം കുക്കായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതിലോട്ട് കുറച്ച് പൊടികൾ ചേർക്കണം. അപ്പോൾ ആദ്യം തന്നെ ചേർക്കുന്നത് കുറച്ച് മഞ്ഞൾപ്പൊടി ചേർക്കുന്നുണ്ട്. പിന്നെ ഒരു അര ടീസ്പൂൺ മല്ലിപ്പൊടി ഒരു അര ടീസ്പൂൺ മാത്രം ചേർത്താൽ മതി കേട്ടോ. പിന്നെ ഇത് ചെറിയ ജീരകത്തിൻ്റെ പൊടിയാണ്, അത് ചേർക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ അതും നമുക്ക് ഒരു അര ടീസ്പൂൺ ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ നിങ്ങളുടെ കയ്യിൽ ചെറിയ ജീരകം ഇല്ലെങ്കിൽ നമ്മൾ ഉള്ളി വഴറ്റുന്നതിന് മുന്നേ ആ വെളിച്ചെണ്ണയിൽ കുറച്ച് ജീരകം ഇട്ടിട്ടൊന്ന് പൊട്ടിച്ചു കൊടുത്താൽ മതി കേട്ടോ. ചെറിയ ജീരകം ഇട്ടിട്ട് ഒന്ന് പൊട്ടിച്ചു കൊടുത്താൽ ആ ഫ്ലേവർ കിട്ടും കേട്ടോ. അപ്പോൾ പൊടി ഉണ്ടെങ്കിൽ പൊടി ചേർത്ത് കൊടുക്കുക, ഇല്ലെങ്കിൽ ഇങ്ങനെ ചെയ്താൽ മതി കേട്ടോ. എന്നിട്ട് നമുക്കിതൊന്ന് ആ മസാലയുടെ പച്ച കുത്തൊക്കെ ഒന്ന് പോയതിന് ശേഷം നമുക്കിതിലോട്ട് നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള കക്കയിറച്ചി ഉണ്ടല്ലോ, അത് ചേർത്ത് കൊടുക്കാം കേട്ടോ. അത് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതൊരു ലോ ഫ്ലെയിമിലാക്കിയിട്ട് ഒരു 5 മിനിറ്റ് ഇതൊന്ന് അടച്ച് വെച്ചിട്ട് വേവിച്ചെടുക്കണം കേട്ടോ. നമ്മൾ വെള്ളമൊന്നും ചേർക്കുന്നില്ല, ഞാൻ കുറച്ച് വെളിച്ചെണ്ണയും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഒരു 5 മിനിറ്റ് ലോ ഫ്ലെയിമിലാക്കിയിട്ട് വേണം. അത് പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ, ലോ ഫ്ലെയിമിൽ ഇടാൻ വേണ്ടിയിട്ട്. ഇപ്പം നമ്മൾ മീഡിയം ഫ്ലെയിമിലും ഹൈ ഫ്ലെയിമിലും ഇട്ടിട്ടുണ്ടെങ്കിൽ അടി പിടിക്കാൻ സാധ്യതയുണ്ട്. നമ്മൾ ഒട്ടും വെള്ളം ചേർത്തിട്ടില്ല, അതുകൊണ്ടാണ് ലോ ഫ്ലെയിമിൽ ഇടാൻ പറയുന്നത്. അങ്ങനെ നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഒരു 5 മിനിറ്റ് നമുക്കിതൊന്ന് ആ കക്കയിറച്ചി മസാലയൊക്കെ ഒന്ന് നന്നായിട്ടൊന്ന് മിക്സായി കിട്ടാൻ വേണ്ടിയിട്ട് നമുക്കിതൊന്ന് അടച്ച് വെച്ചിട്ട് കുക്ക് ചെയ്തെടുക്കാം. ഇപ്പോൾ ഞാൻ ഒരു 5 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം തുറന്ന് നോക്കിയിട്ടുണ്ട്. ഞാൻ വീണ്ടും ഒന്ന് ഇളക്കി കൊടുക്കുകയാണ്. ഇങ്ങനെ ഒരു 10 മിനിറ്റ് ഒന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ. 5 മിനിറ്റ് നമ്മൾ അടച്ച് വെച്ചിട്ടും പിന്നെ ഒരു 5 മിനിറ്റ് ഇങ്ങനെ തുറന്നിട്ട് ഒന്ന് ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുത്താൽ മതി കേട്ടോ. അങ്ങനെ ഒന്ന് റോസ്റ്റാക്കി എടുക്കാം നമ്മുടെ കക്കയിറച്ചി. അപ്പോൾ നമ്മളുടെ അടിപൊളി കക്കയിറച്ചി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം, തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് കമൻറ്റ് ബോക്സിലൂടെ എഴുതി അറിയിക്കാൻ മറക്കരുത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ ചെറിയ വീഡിയോ ഇഷ്ടമാണെന്ന് കരുതുന്നു. ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇൻഷാ അല്ലാഹ് അടുത്തൊരു വീഡിയോയുമായി വരുന്നവരെ താങ്ക്സ് ഫോർ വാച്ചിങ്. കീപ് സപ്പോർട്ടിങ്. ടേക്ക് കെയർ.